മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാനുള്ള ശ്രമവും അതിൻ്റെ പേരിൽ നടന്ന തട്ടിപ്പുകളും ആണല്ലോ കുറച്ച് ദിവസമായിട്ട് വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഇവരെ എത്തിക്കുന്നതിൻ്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച്, അതായത് നേരത്തെ ഇരുന്ന പിണറായി സർക്കാർ നടത്തിയ ചില ഇടപെടലിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് ആക്ച്വലി ഒരു അന്വേഷണം വന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അന്വേഷണം നടത്തിയിരിക്കുന്നത് കായിക വിഭാഗത്തിന് സ്പെഷ്യൽ സെക്രട്ടറിയാണ് ഇതിന് അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു $7.5 മില്യൺ എന്നുള്ള കണക്കിലാണ് ഒരു ഗെയിമിന്, ഒരു 2 മത്സരങ്ങളുള്ള ഒരു ഒരു ഇതാണ് മെസ്സി ഇവിടെ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ കളിക്ക് വേണ്ടിയിട്ട് ഒരു കളിക്ക് $7.5 മില്യൺ, അത് പിന്നെ അങ്ങനെ വന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് $15 മില്യൺ എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തുക, അത് പ്രതിഫലം എന്നുള്ള നിലയിൽ. എന്നാൽ പിന്നീട് ഇതിനകത്ത് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ 15 മില്യൺ എന്ന് പറയുന്നത് ഒരു കളിക്കാക്കി, 2 കളിക്കാകുമ്പോൾ $30 മില്യൺ എന്നുള്ള കണക്കിലേക്ക് വരും. ഈ രീതിയിലാണ് സ്പോൺസറുമായി കരാർ ഉൾപ്പെടുന്നത്. സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആയ ആൻഡോ അഗസ്റ്റാണ് അതിൻ്റെ പ്രധാനി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തർക്കം വരുന്നതും. ഇതിനകത്ത് കരാർ നൽകുന്ന കാര്യത്തിൽ, സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ സ്പോൺസറെ കണ്ടെത്തുന്ന കാര്യത്തിൽ പോലും ഒരു സുതാര്യതയില്ലായിരുന്നു. വളരെ പെട്ടെന്നൊരു സ്പോൺസറെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയി. അതിനുവേണ്ടി ടെൻഡർ വിളിക്കുക, ഇങ്ങനെ ഈ രീതിയിലുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് അത്രയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയത്. അതോടൊപ്പം ഇതെന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് ചോദിച്ചു കഴിയുമ്പോൾ ഈ സ്പെഷ്യൽ സെക്രട്ടറി തന്നെ കൃത്യമായി പറയുന്നൊരു കാര്യം, വിദേശത്തേക്ക് ഡോളർ കടത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു മനഃപൂർവ്വ ശ്രമം എന്നുള്ള നിലയിലാണ് ഈ ഒരു അന്വേഷണത്തെ ശരിക്കും അവർ കാണുന്നത്. ഇവിടെ കരാർ ഒപ്പിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇങ്ങോട്ടോ അങ്ങോട്ടോ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും, അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കരാർ ഒപ്പിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് മെസ്സിയോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനോ ഒന്നും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവന്ന് അർജന്റീന ടീമിനെ കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധനം അറിഞ്ഞിട്ടില്ല. പിന്നെ കലൂർ സ്റ്റേഡിയം അത് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താതെ ഒരിക്കലും ഈ പറയുന്ന അവർക്ക് ഇത്രയും വലിയൊരു താരത്തിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫുട്ബോൾ അല്ലെങ്കിൽ ഫുട്ബോൾ ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തണം, ഫിഫയുടെ രജിസ്ട്രേഷനിൽ ഉൾപ്പെടണം. അപ്പോൾ അങ്ങനെ തുടങ്ങി കുറേ പ്രോസസ്സുകളുണ്ട്. അപ്പം ഇതിന് എന്ത് ചെയ്തു, അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഏൽപ്പിക്കുന്നത്. അപ്പം ഇവരെന്ത് ചെയ്തു, ഇദ്ദേഹം ഈ 126 കോടി അന്നത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ അന്ന് $30 മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 126 കോടി വരും. ഈ 126 കോടി രൂപ അവർക്ക് കൊടുത്തു. അപ്പം ഇതിനകത്ത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആയിരിക്കുന്ന ആൾ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിലൂടെ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം റിപ്പോർട്ടർ ചാനൽ അതിലൂടെയും ഒക്കെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടെ നടത്തിയ കരാറിനെ കുറിച്ചും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി പത്രത്തെക്കുറിച്ചും. അതായത് നമ്മളിപ്പം വിദേശത്തേക്ക് ഒരു ഫണ്ട് അയക്കണമെങ്കിൽ, അതായത് ഇത്രയും വലിയ തുകയല്ലേ, അപ്പോൾ ഇത്രയും വലിയ തുക അയക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി വേണം. കാരണം കാണിച്ചുകൊണ്ട്, എന്താണ് കാരണം, ഇതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളൊരിത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് RBIയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു ഫണ്ട്, ഇപ്പോൾ 10-15,000 രൂപ അയക്കുന്ന പോലെയൊന്നുമല്ല, അത്രയും വലിയ ഫണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സോഴ്സ് കാണിക്കണം, എന്തിൻ്റെ ആവശ്യമാണെന്നുള്ളത് കാണിക്കണം, എന്നിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർമിറ്റ് ചെയ്യണം, ഓക്കെ നിങ്ങൾ അയച്ചോളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ അനുസരിച്ചും അത് അപ്പം അവിടെ നിയമപരമായി എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്യാദിയായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം, എന്നാൽ കരാർ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഷറഫ് അലി എന്ന് പറയുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന എൻ്റെ എനിക്ക് ചെയർമാനായിരുന്നു സ്പോർട്സ് കൗൺസിലിൻ്റെ, അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ കരാർ ഒപ്പിട്ടു 2025 ഏകദേശം 2024 കരാർ ഒപ്പിടിയിലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 2025 നവംബറിലേക്കാണ് ഇവരെ കൊണ്ടുവരാൻ. അത് ഫുട്ബോൾ അസോസിയേഷൻ്റെ, പിന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം പ്രസിഡന്റും മായി ചേർന്നിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഇദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോഴും നമുക്ക് തെളിയാത്ത ഒരു വസ്തുത, ഇതിനകത്ത് സർക്കാരിൻ്റെ ഇടപെടൽ എന്തായിരുന്നു എന്നുള്ളതാണ്. അതായത് അബ്ദുറഹിമാൻ സ്പെയിനിലേക്ക് നടത്തിയൊരു യാത്ര, അതിനു വേണ്ടി 14 ലക്ഷം രൂപയാണ് അദ്ദേഹം നടത്തിയ യാത്ര. ആ യാത്രയെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ വിവരം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പൊതുജനത്തിന് ഇപ്പോഴും ഒരു അവ്യക്തമായ കാര്യമാണ് എന്തിനാണ് അദ്ദേഹം അവിടേക്ക് യാത്ര നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഫണ്ട് കൊടുക്കാൻ വേണ്ടി, അതായത് സ്പോൺസറെ കണ്ടെത്തുന്ന കാര്യത്തിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആരാണ് അനുമതി നൽകിയത്
എന്തിനാണ് ഇത്രയും വലിയ തുക ഇതിലൂടെ ഈ ചാനലിലൂടെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകിയത് എന്നടക്കം നിരവധി ചോദ്യങ്ങളുണ്ടെന്ന്. ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം കിട്ടിയാൽ മാത്രമേ നമുക്ക് തൽക്കാലം ഈ പറയുന്നത് ഇതിനകത്തൊരു അഴിമതിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ടെൻഡർ വിളിച്ച കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു ഓപ്പൺ ടെൻഡർ വിളിക്കാതെ ഒരാളെ പെട്ടെന്ന് ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിനെ പോലെ ഒരാളെ വളരെ പെട്ടെന്ന് തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ എന്താ ഉള്ളത്? എന്തിനായിരുന്നു അങ്ങനെ തിടുക്കം പിടിച്ച ഒരു രീതി? ഗോട്ട് ആഡ് ഗ്ലോബൽ അങ്ങനെ ഒരു കമ്പനിയുണ്ട്, ഒരു അഡ്വർടൈസിങ് കമ്പനി. ആ രജിസ്ട്രേഷൻ എടുത്തിട്ട് 20 ദിവസം മാത്രമുള്ള ഒരു രജിസ്ട്രേഷൻ എടുത്ത ഒരു കമ്പനി. ആ കമ്പനിക്ക് എന്തിനാണ് ഇതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? അവർക്ക് അതോടൊപ്പം 1 ലക്ഷം രൂപ പോലും അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു കമ്പനി. ആ കമ്പനിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 20 ദിവസം. എന്ത് ഒതൻറ്റിസിറ്റിയുടെ പുറത്താണ് ആ കമ്പനിക്ക് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എവിടെയൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സ്വാഭാവികമായി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതോടൊപ്പം ഇതിൻ്റെ എഴുത്തുകുത്തുകളും മെയിലടക്കമുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീയാണ് ചെയ്തത്. അവിടെ എനിക്ക് MES കോളേജിലെ മലപ്പുറത്ത് MES കോളേജിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഒരു പിന്നെ ഒരു പേര് ഞാൻ വിട്ടുപോകുന്നു. ആ യുവതിയാണ് അല്ലെങ്കിൽ ആ ടീച്ചറാണ് ഇതിനകത്ത് ഈ VA അബ്ദുറഹിമാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്തിടപാടുകളെല്ലാം മീൻസ് ഈ മെയിൽ അയക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തിനായിരുന്നു ഇങ്ങനെ? സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയാണ്. സർക്കാരിൻ്റെ അതായത് ഈ പറയുന്ന കായിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ഔദ്യോഗിക രേഖകൾ എങ്ങനെയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ഒരു ഇംഗ്ലീഷ് അധ്യാപിക MES കോളേജിലെ ഒരു അധ്യാപികയ്ക്ക് എന്തിനാണ് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മന്ത്രി ഇത് കൊടുക്കുന്നത്? ഇത് കോൺഫിഡൻഷ്യൽ അല്ലേ? സർക്കാരിൻ്റെ രേഖകൾ എന്ന് പറഞ്ഞാൽ സർക്കാർ തലത്തിൽ ചിന്തിക്കുന്നവർ, സർക്കാർ തലത്തിൽ പെരുമാറുന്നവർക്കുമാണ് അതുള്ളത്. ഇനിയും ഈ പറയുന്നത് ഇനി ഇംഗ്ലീഷിൽ ബെറ്ററായിട്ട് ഇംഗ്ലീഷിൽ സാധനം ഡ്രാഫ്റ്റ് ചെയ്യാനാണ് എന്ന് ചോദിക്കുക. ഇടീ പിന്നെ അവനത് വകുപ്പ് സെക്രട്ടറി ഇല്ലേ? ഈ വകുപ്പ് സെക്രട്ടറിക്ക് അറിയാൻ വയ്യാത്ത ഇംഗ്ലീഷാണ് ഒരു അധ്യാപിക ഇംഗ്ലീഷ് ടീച്ചർക്ക് അറിയുന്നത്. ഒരു വകുപ്പ് സെക്രട്ടറി ഇരിപ്പുണ്ട്. വകുപ്പ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭരണഘടനാപരമായി അറിവുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വകുപ്പിനെ കുറിച്ച് പൂർണ്ണമായ ധാരണയുണ്ട്. ടെക്നിക്കൽ ടേമുകളെ കുറിച്ച് ഇപ്പോൾ എല്ലായിടത്തും ചില ടേമുകൾ ഉപയോഗിക്കുമല്ലോ, ബിഡ് അങ്ങനെയൊക്കെയുള്ള ടേമുകളുണ്ടല്ലോ. ഈ ടേമുകളെ കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരാൾ, അവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് വരെ അറിയാൻ കഴിയുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അത്രയും വലിയ വകുപ്പ് സെക്രട്ടറിമാരുള്ള സമയത്ത് എന്തിനാണ് ഈ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി, ലെറ്റർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MES കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഈ കാര്യങ്ങൾ നൽകുന്നത്? അത് തന്നെ തെറ്റായിപ്പോയി. അപ്പം അതിന് പിന്നെ ശരിക്കും വിശദീകരണം ആവശ്യമുണ്ട്. ഇനിയും ഇടതുപക്ഷ സർക്കാർ അന്ന് പിണറായി വിജയൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ധനവകുപ്പ് അടക്കം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം. കാരണം ഈ പോയത് ഇപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് 126 കോടി പോയത് എൻ്റെയാണ്, സർക്കാർ ഖജനാവിൽ നിന്നെടുത്ത തുകയല്ല ഈ 126 കോടി, ഞാൻ കൊടുത്ത തുക. അപ്പം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട 126 കോടി രൂപ കേരളത്തിൽ ഇങ്ങനെ മുതൽ മുടക്കാൻ, അതായത് കേരളത്തിൽ അർജന്റീന ടീമിനെ കൊണ്ടുവന്ന് 2 കളിക്ക് വേണ്ടിയിട്ട് ഇവിടെ മുതൽ മുടക്കാൻ മാത്രം എന്താണ് ഇതിന്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ്? അതായത് സ്വാഭാവികമായുള്ള ഒരു ചോദ്യമാണ്. കാര്യം ഒരാൾക്ക് റിട്ടേൺ ഉണ്ടാവുമെന്ന് കരുതിയാൽ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ, അതും ഒരു ബിസിനസ്മാൻ, അദ്ദേഹം ബിസിനസ്മാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ്മാൻ ഇവിടെ കേരളത്തിൽ മെസ്സി വന്ന് കളിച്ചിട്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കേരളക്കാർ കണ്ടോട്ടെ മെസ്സിയുടെ കളി എന്നും പറഞ്ഞുകൊണ്ട് 126 കോടി രൂപയാണ് ഇവിടെ മുടക്കിയിരിക്കുന്നത്. എന്തിന്? ഈ ഒരു ചോദ്യം പിന്നെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് അദ്ദേഹത്തിനുണ്ടോ? ഈ കാര്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം കാര്യമായി നടക്കേണ്ടതുണ്ട്. സത്യത്തിൽ അതാണ് ജനത്തിന് തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ അറിയണം എവിടെയാണ്, എന്താണ്, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്. ഇനി അതല്ല, കഴിഞ്ഞു പോയ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്കടക്കം അതിനകത്ത് പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണത്തിൽ തെളിയിക്കപ്പെടേണ്ടതല്ലേ? പിന്നെ ഇനി അതല്ല, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിവാദം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, നമ്മുടെ MDMA കേസിൽ, ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ വ്യാപകമായി പിടിയിലാവുന്നു. ഇനി അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിവാദം OJ ജനീഷിൻ്റെ നേതൃത്വത്തിൽ, OJ ജനീഷാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം. അപ്പം ഈ OJ ജനീഷിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണല്ലോ കഴിഞ്ഞ ദിവസം പിടിയിലായ മുഹമ്മദ് ഹുസൈൻ എന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാർ. അപ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിവാദത്തെ എടുത്തിട്ട് കൊണ്ടുവരുന്നതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം പൂർണ്ണമായി നടന്നാലേ മനസ്സിലാക്കാൻ സാധിക്കും. സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ, ഇനി നയതന്ത്ര തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, ഇമാതിരി കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ തെളിയണം. കാര്യം ഇപ്പോൾ ഒരു പുകമറ മാത്രമാണ്. നമ്മുടെ കേരളത്തിലുള്ള വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം പുകമറ മാത്രമാണ്. പിന്നെ ചിലരാലോചിക്കും പോയത് ആരുടെയാ, അത് പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയുടെ ആൻഡോ അഗസ്റ്റിൻ്റെ, പിന്നെ എന്തിനാ നമ്മൾ കിടന്ന് പാടുപെടുന്നത്? പക്ഷെ അങ്ങനെയല്ല.
അങ്ങനെയല്ല. ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ FCRA നിയമലംഘനം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം എന്ന് വെച്ചാൽ വിദേശത്തേക്ക് ഡോളർ കടത്തി എന്ന് പറയുന്ന ഗുരുതരമായ ഒരു ആരോപണം അതിനകത്ത്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അന്വേഷണത്തിനുള്ളിൽ അതിനങ്ങനെ ഒരു സൂചന, ഒരു ഹിൻഡ് കൊടുക്കുന്നുണ്ട്. ആ ഹിൻഡ് വന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ പിന്നീട് ഈ പറയുന്ന 126 കൊടുക്കുമ്പോൾ ഏകദേശം $30 മില്യൺ ഇവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇത് കൃത്യമായി പരിശോധിക്കപ്പെടുകയും അന്വേഷിക്കപ്പെടുകയും. ഇനി കളി മാറുകയാണ്. FCRA നിയമലംഘനം എന്ന് പറഞ്ഞാൽ SFIO പോലെയുള്ള ED പോലെയുള്ള അന്വേഷണ കേന്ദ്ര ഏജൻസികളിലേക്കായിരിക്കും ഇനി അന്വേഷണം പോകുന്നത്. അപ്പം ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ പരിഗണിച്ച് ഇതിനകത്ത് ഉള്ള കല്ലും നെല്ലും തിരിയാൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒരു അന്വേഷണം ഇവിടെ കേരളത്തിൽ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് അതിന് പറ്റിയൊരു അന്വേഷണം ഇവിടെ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം.